തോറ്റോടിയോ എന്നാണ് ചോദ്യം. മധു? തോൽപ്പിച്ചു എന്നതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. കാൽക്കീഴിൽ പെട്ടാൽ ചതഞ്ഞരഞ്ഞു പോകും എന്നു കരുതിയ പാറ്റകൾ, ഏറ്റവും നിസ്സാരെന്ന് അധികാരം വിചാരിച്ച പാറ്റകൾ, ഒരു വലിയ രാഷ്ട്രീയ രൂപം ഒന്നിച്ചു ചേർന്നൊരു വലിയ രാഷ്ട്രീയ രൂപമാകുന്നതും ദാവീദുമാരെ പോലെ ചെറിയ കവണക്കല്ലുകൾ കൊണ്ട്, അത് സമരത്തിൽ ഉപയോഗിച്ചു എന്നല്ല കേട്ടോ പറയുന്നത്, ഒരു വലിയ പ്രസ്ഥാനത്തെ തോൽപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞ ദിവസമാണ് ഇത്. എനിക്ക് അഭിജിത്ത് ദീപ്കെ ഇന്ന് വിവരം അറിഞ്ഞപ്പോൾ, പ്രധാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിലത്തേക്കിരുന്ന് കൈ നിലത്തിടിച്ചുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കാൻ എന്താണ് പറയേണ്ടത് എന്നറിയാൻ കഴിയുന്നില്ല എന്നതാണ്. അദ്ദേഹം ഈ രാജ്യത്തേക്ക് വിമാനം ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നത്? അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ചെറുപതിപ്പാണ്. അതാണ് നമ്മുടെ ഇക്കാലത്തെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ഇന്ത്യയുടെ പോരാളികളായി മാറുന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ആ പോരാട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ദാവീദുമാർ അങ്ങനെ പോരാടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തിരുനെറ്റി അടിച്ച് വീഴുന്ന അധികാരത്തെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. ഈ അനീതിയെ ചെറുക്കാൻ എല്ലാ കാലത്തും ഒരുപക്ഷെ നമുക്ക് ശക്തിയൊന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷെ അതിനെതിരെ ശബ്ദമുയർത്താനുള്ള ശേഷി ഇല്ലാതാകുന്ന ഒരു കാലവും നമ്മുടെ മുന്നിൽ ഉണ്ടാകില്ല എന്നതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഓരോ മനുഷ്യർ, നേരത്തെ പറഞ്ഞ ദീപ്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരായിരുന്നു അയാൾ? നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്ന ഒരു ചെറുപ്പക്കാരനാണോ? അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ ഒരു വോളണ്ടിയർ ആയിരുന്നു എന്നത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. ദീപ്കെ ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകി രാജ്യത്തേക്ക് വരുന്ന സമയത്ത് എവിടെയോ ഇരുന്ന് ജേർണലിസം പഠിച്ചിരുന്ന ഒരു വ്യക്തി, രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രസ്ഥാനം, അതിലേക്ക് അണിചേരുന്ന ലക്ഷക്കണക്കിന് പേരെ, കോടിക്കണക്കിന് പേരെ നമ്മൾ കാണുകയാണ്. പിന്നീട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സമരം ഏറ്റെടുക്കുകയാണ്. അവിടെ SFI സമരം ചെയ്തിട്ടുണ്ട്, അവിടെ NSUI സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ കോൺഗ്രസിന്റെ തന്നെ നമ്മളോട് ചർച്ചയിൽ പറഞ്ഞതുപോലെ CJP അതിനെ ഒരു അജണ്ടയായി ഏറ്റെടുക്കുന്നതോടെ ഒരു പുതിയ മാനം വരികയാണ്. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രതിപക്ഷം ഈ സമരം ചെയ്യുന്നത് എന്ന് ഭരണപക്ഷത്തിന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുകയാണ്. അത് അവിടേക്ക് അണിചേരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സമരമായി മാറുകയാണ്. അതൊരു രാജ്യസമരമായി മാറുകയാണ്. അവിടെയാണ് കേന്ദ്രത്തിന് ചർച്ചയ്ക്ക് മുതിരേണ്ടി വരുന്നത്. ശക്തമായ പിന്തുണ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി നൽകുന്നുമുണ്ട്. അതിന് ഇപ്പോൾ കോൺഗ്രസ് അതിനെ അക്നോളജ് ചെയ്തിട്ടില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് CJP എന്നൊരു പേര് പറഞ്ഞില്ല എന്ന് കേൾക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ CJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത്ര ദിവസം മാത്രമാണ് അവരുണ്ടായിട്ട്, അവർക്ക് ഒരു രാഷ്ട്രീയ രൂപമില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് വിദേശ ഫണ്ടടക്കം ഉണ്ടായി എന്നാൽ ആരോപണങ്ങളുണ്ട്. കോൺഗ്രസ് അടക്കം CPMന്റെ നേതാക്കളൊക്കെ അവിടേക്ക് നേരത്തെ തന്നെ പോകുന്നുണ്ട്. അവർ നേരിടേണ്ടി വന്ന ആരോപണം എന്താണ്? ജന്തർ മന്ദിറിൽ പോയി ഈ പറയുന്ന CJP നേതാക്കളെ കണ്ടതിന് ശേഷം ചൈനീസ് നേതാക്കളുമായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോദി മീഡിയയുടെ റിപ്പോർട്ടർമാർ MA ബേബിക്ക് പിന്നാലെ നടക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. അതായത് CJPക്കെതിരെ ആയുധമാക്കുകയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലിനെ കൂടിയും. അങ്ങനെ ഹൈജാക്ക് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല, അവിടേക്ക് വരുന്ന ഓരോരുത്തരെയും പേരുടെ പെരുമാറ്റങ്ങളുടെ പേരിൽ ഓഡിറ്റ് ചെയ്യപ്പെടുമായിരുന്നു ആ സമരം. അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരുന്ന ബാധ്യത കോൺഗ്രസിന്റെ ചുമലിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുമായിരുന്നു. അവിടേക്ക് നോക്കൂ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും ഈ സമരക്കാർക്ക് വേണ്ടി അണിചേർന്നവർ മാത്രമല്ല, അതിലേക്ക് നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമരക്കാരുടെ പേരിൽ കല്ലെറിഞ്ഞവരിൽ പലരും അവിടേക്ക് നുഴഞ്ഞുകയറ്റ ചെയ്തവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അഭിജിത്ത് ദീപ്കയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മഷി കുടയുന്നത്. സമരക്കാരുടെ ഭാഗമായിരുന്നു എന്നാണ് ആ നിമിഷം വരെയും ആ പെൺകുട്ടിയെക്കുറിച്ച് മറ്റുള്ളവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കോൺഗ്രസിൻ്റെയും CPMന്റെയും പോലെയുള്ള രാഷ്ട്രീയ വലിയ റിസ്ക്കാണ് അവരെല്ലാവരും എടുത്തത് എന്നതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ഗാന്ധി സ്മൃതിയിലേക്ക് ഒരു സമരം നടത്തുന്നത്. അതിനു മുമ്പ് പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിലേക്ക് മിന്നൽ സമരം നടത്തുന്നത്. ഈ സമരങ്ങളിലൂടെ ഒരു വലിയ രാഷ്ട്രീയ പരിസരം ഉണ്ടാക്കിയെടുക്കുകയാണ്. CJP വളരെ കൃത്യമായി മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തുണ നൽകുമ്പോഴും അവരുടേതായ സ്വത്വത്തിൽ നിന്നുകൊണ്ട് ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും കേന്ദ്രത്തിന് മുന്നിൽ ഇല്ലാതിരിക്കുകയാണ്. പാതിരാത്രിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വീഡിയോ നൽകുന്നത് പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ടുന്ന ബാധ്യത ഉണ്ടാകുന്നത് കൊണ്ടാണ്. പാർലമെന്റിൽ നിന്ന് മാത്രമാണ്, പ്രതിപക്ഷത്തിന് മുന്നിൽ നിന്നാണ് മാറി നിൽക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. പാറ്റകളായി മാറും എന്നു കരുതിയ പാറ്റകൾ യഥാർത്ഥത്തിൽ അഗ്നിച്ചിറകുകളുള്ള തീപ്പറവകളായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സമരം വിജയിച്ചിരിക്കുന്നു. സത്യമായും ഇന്നലെയും ഈ സമരം വിജയത്തിലേക്ക് എത്തും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും എന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ. കാരണം ഇന്നലെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ റെസിഗ്നേഷൻ ഇല്ല എന്നതൊരു രാഷ്ട്രീയ പോളിസിയായി മുന്നോട്ട് പോയത്
BJP എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരെ തിരഞ്ഞെടുപ്പിലോ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സ്ട്രാറ്റജികളിലോ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷത്തെ കൂടി നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഓരോ തവണയും രാഷ്ട്രീയമായ ചുവടുകൾ വെക്കുമ്പോൾ 1-9 എന്ന നിലയ്ക്ക് BJP അതിനെ തിരിച്ചടിക്കുന്ന കാഴ്ച പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഈ സമരത്തോടൊപ്പം വിവേകപൂർണമായി പക്വതയോടുകൂടി പ്രതിപക്ഷം അണിനിരന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. നോക്കിപ്പം നിഷ്പക്ഷരായി നിന്ന ആളുകൾ പലരുണ്ടായിരിക്കാം. നമ്മളൊരു ഇത്രയും വലിയൊരു സമരം നടക്കുമ്പോൾ, അനീതിക്കെതിരായ ഒരു സമരം നടക്കുമ്പോൾ നിഷ്പക്ഷരായി നിൽക്കുകയാണ് എങ്കിൽ നമ്മൾ അടിച്ചമർത്തിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകളോടൊപ്പം അണിചേർന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിലൊരു നിലപാടെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള അനീതികളെ ചോദ്യം ചെയ്യാനുള്ള കെൽപ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ട സമരം കൂടിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങനെ ചെറിയ മീനൊന്നുമല്ല. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് കൃത്യമായ സമ്മർദ്ദം കൊണ്ടാണ്. അദ്ദേഹം ഇന്ന് രാജിക്കത്തിൽ വളരെ വികാരപരമായി പറയുന്നുണ്ട്, ലോകമെമ്പാടും ഇതുപോലെയുള്ള ജൻസി പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു കൈവിട്ടു പോകൽ ഇന്ത്യയുടെ യുവത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നു കരുതിയുള്ള രാജിയായിരുന്നു എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ സമരം തുടങ്ങിയ ദിവസം തന്നെ അത് ചെയ്യാമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും സമരത്തിന് പോയ CJP പ്രവർത്തകർക്ക് മുന്നിൽ പ്രധാന്റെ രാജി അല്ലാതെ മറ്റെന്തും എന്ന ഉപാധി വെക്കുമ്പോൾ പരമാവധി സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഉറച്ച ബോധ്യം കേന്ദ്രത്തിനുണ്ടായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും ധാർമ്മികത ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയർന്നു വരുന്ന കാഴ്ച അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന് എന്നതാണ്. നോക്കൂ, ഇപ്പം നീതിയല്ലാത്ത നിയമങ്ങൾ ലംഘിക്കപ്പെടേണ്ടതുണ്ട്. ഇവർ നിയമലംഘകരാണ് എന്നാണ് പറഞ്ഞത്. അവർ തീവ്രവാദികളാണ് എന്നാണ് പറഞ്ഞത്. അവർ രാജ്യവിരുദ്ധരാണ് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ എന്തെങ്കിലും ഒരു കണികയെങ്കിലും കണ്ടെത്താൻ കഴിയുമായിരുന്നെങ്കിൽ ആ സമരം ആണിക്കല്ലടക്കം പറിച്ചു കളഞ്ഞേനെ ഈ വലിയ പ്രസ്ഥാനം, ഈ വലിയ സംവിധാനം എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു തരി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ആ സമരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അവർ പാർലമെന്റ് കവാടത്തിലേക്ക് പോയുമ്പോൾ ഇത്രയധികം സുരക്ഷാ സംവിധാനം ഉള്ളിടത്തേക്ക് അതിക്രമിച്ചു കയറാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദില്ലി പോലീസ് അവരെ ക്രൂരമായി നേരിട്ടത്. നീതിയല്ലാത്ത നിയമങ്ങളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതില്ല എന്നു പറഞ്ഞവരാണ് ഈ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുകയും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തത്. ഗാന്ധിജി പറഞ്ഞത് നീതിയല്ലാത്ത നിയമങ്ങളെ അനുസരിക്കേണ്ടതില്ല എന്നതു തന്നെയാണ്. നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി സമരം രൂപം നൽകിയിരിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാർട്ടിൻ ലൂഥർ കിങ് പറഞ്ഞതും അതുതന്നെയാണ്. നീതിയല്ലാത്ത നിയമത്തെ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞയാളുടെ പേര് മാർട്ടിൻ ലൂഥർ കിങ് എന്നാണ്, പ്രവർത്തിച്ചയാളുടെ പേര് ഗാന്ധിജി എന്നാണ്. ഗാന്ധിജി ഓർക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ സമരത്തിനൊരു വൈകാരിക തലമുണ്ടായിരുന്നു. അത് 10-20 കുഞ്ഞുങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ടും ഇത്രയും കാലം ഈ സമ്മർദ്ദം അനുഭവിച്ച ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് യുവാക്കളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും വൈകാരികമായ പിന്തുണയായിരുന്നു ഒന്ന്. രണ്ടാമത്തേത്, ഈ കാലം അത്രയും കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ ഇങ്ങോട്ട് രാജ്യത്തെ സമൂഹ മാധ്യമങ്ങളുടെ മുഴുവൻ അൽഗോരിതവും സെറ്റ് ചെയ്ത എങ്ങനെയാണ് ജനം ചിന്തിക്കേണ്ടത് എന്ന ക്യാപ്സ്യൂളുകളുടെ തലച്ചോറിനുള്ളിലേക്ക് കുത്തിക്കയറ്റിയിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് CJPയും ഈ നാട്ടിലെ ജെൻസിയും ഈ സമരത്തിന് മൂർച്ചയുള്ളതാക്കിയത്. എവിടെയും കാണാൻ കഴിയുന്നത്, നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ കാണാൻ കഴിയുന്നത് മുഴുവനും അവരുടെ ചോദ്യങ്ങളായിരുന്നു, അവരുടെ മുദ്രാവാക്യങ്ങളായിരുന്നു, അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു. അത് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. മറ്റൊന്ന് അവരുടെ അണയാത്ത സമരവീര്യമായിരുന്നു. അതിനു മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ, നമ്മുടെ ചോദ്യം പോലെ ഓടിപ്പോവുകയല്ലാതെ മറ്റു നിവൃത്തി ഉണ്ടായിരുന്നില്ല കേന്ദ്രത്തിന് എന്നതാണ് എൻ്റെ പക്ഷം. Meet the editors.